സാധനങ്ങൾ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം പോലും പിടിക്കാൻ സാധിക്കായികയുണ്ടോ? ബട്ടൺസ് ഇടാനോ അല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പ് തുറക്കാനോ ബുദ്ധിമുട്ടുണ്ടോ? കൈയുടെ ബലക്കുറവിന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? എപ്പോൾ ചികിത്സ തുടങ്ങണം? വിശദമായി പറഞ്ഞു തരാം. കൈക്ക് ബലക്കുറവ് ഒരു രോഗമല്ല, അത് പല രോഗങ്ങളുടെയും ഒരു ലക്ഷണമാണ്. ഏറ്റവും സാധാരണ കാരണം കഴുത്തിലെ ഞരമ്പുകൾക്ക് സംഭവിക്കുന്ന ഞെരുക്കമാണ്. സർവൈക്കൽ സ്പോണ്ടൈലോസിസിനാലോ സർവൈക്കൽ ഡിസ്കിന്റെ ബൾജിനാലോ ഈ ഞരമ്പിന് സമ്മർദ്ദം അനുഭവപ്പെടുമ്പോൾ കഴുത്തിൽ നിന്ന് ഈ വേദന കൈയിലേക്ക് ഇറങ്ങുന്നത് പോലെയോ കൈക്ക് ബലക്കുറവ് പോലെയോ തരിപ്പ്, മരവിപ്പ് മുതലായവയോ അനുഭവപ്പെടാം. ചിലരിലാകട്ടെ കാർപ്പൽ ടണൽ സിൻഡ്രോം കൊണ്ട് വിരലുകൾക്ക് മരവിപ്പും ബലക്കുറവും അനുഭവപ്പെടാം. ഈ ലക്ഷണങ്ങൾ രാത്രി വർദ്ധിക്കുന്നതായി കാണപ്പെടുന്നു. പേന പിടിക്കാൻ പറ്റായികയോ അല്ലെങ്കിൽ ചെറിയ വസ്തുക്കൾ എടുക്കാൻ പറ്റായികയോ എല്ലാം ഇതിൽ കാണപ്പെടുന്നു. അതുപോലെ അൾനാർ നെർവിനുണ്ടാകുന്ന കംപ്രഷൻ അല്ലെങ്കിൽ ഞെരുക്കം മൂലമോ ബ്രാക്കിയൽ പ്ലക്സസിനുണ്ടാകുന്ന ഇഞ്ചുറി മൂലമോ ഷോൾഡർ സംബന്ധമായ ഡിസോർഡേഴ്സ്, സ്ട്രോക്ക്, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഡയബറ്റിസ് മൂലമുണ്ടാകുന്ന നെർവ് ഡാമേജ്, ചില ന്യൂറോളജിക്കൽ ഡിസീസസ് ഇവയെല്ലാം തന്നെ കൈയുടെ ബലം കുറയ്ക്കാൻ കാരണമാകാം. അതുകൊണ്ടാണ് പലരും പറയുന്നത് കയ്യിൽ നിന്ന് മൊബൈൽ വീണു പോകുന്നു, കുപ്പിയുടെ അടപ്പ് തുറക്കാൻ ബുദ്ധിമുട്ടാണ്, ഷർട്ടിന്റെ ബട്ടൺ ഇടാൻ പോലും സാധിക്കുന്നില്ല, കഴുത്തുവേദനയോടൊപ്പം കൈയും ബലഹീനമാകുന്നു എന്നൊക്കെ. ശ്രദ്ധിക്കുക, കൈക്ക് ബലക്കുറവുണ്ടെങ്കിൽ ഒരിക്കലും അവഗണിക്കരുത്. പ്രത്യേകിച്ച് പെട്ടെന്ന് ആരംഭിക്കുന്ന ബലക്കുറവ്, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, മുഖം കോടൽ, നടക്കാൻ ബുദ്ധിമുട്ട് മുതലായ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്ക് തുടങ്ങിയ അടിയന്തരാവസ്ഥകളുടെ ലക്ഷണമാകാം. അത്തരം ഘട്ടത്തിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ പോകേണ്ടതായിട്ടുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ നോക്കാറുള്ളത് കൈക്ക് ബലക്കുറവുണ്ടോ, മരവിപ്പുണ്ടോ, ഷോൾഡർ പെയിൻ ഉണ്ടോ, ഒപ്പം റിഫ്ലക്സസ്, മസിൽ പവർ, ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ഇവയുടെ കൂടെ വേണ്ടി വന്നാൽ MRIയും നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയും ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളും കൂടി ഇവാലുവേറ്റ് ചെയ്ത ശേഷമാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ബലക്കുറവിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ കൈയുടെ സാധാരണ പ്രവർത്തനം തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ശരിയായ ചികിത്സയിലൂടെ കൈയുടെ ശക്തി കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചികിത്സ എടുക്കുന്നത് ഒരു സാഹചര്യവശാലും വൈകിക്കരുത്. നിങ്ങളുടെ കൈക്ക് ബലക്കുറവോ അല്ലെങ്കിൽ സാധനങ്ങൾ കയ്യിൽ നിന്ന് വഴുതി വീഴുന്നതായോ അനുഭവപ്പെടുന്നുണ്ടോ? കമന്റിൽ വിശദമായി എഴുതൂ. ഈ വീഡിയോ കൈയുടെ ബലക്കുറവ് മൂലം കഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കൂ. സ്പൈൻ, ജോയിന്റ്, നെർവ് സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.